വിദ്യാർത്ഥികളെ ബയോവേർഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് നമ്മൾ +2 സയൻസ് കോഴ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഇന്നു മുതൽ നമ്മൾ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള സെഷനുകളാണ് ചെയ്യാൻ പോകുന്നത്. എന്നോടൊപ്പമുള്ളത് നമ്മുടെ മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബോട്ടണി അധ്യാപകനും എൻ്റെ സുഹൃത്തുമായിട്ടുള്ള ഷംസുദ്ദീൻ സാറാണ്. അപ്പോൾ +1 അഡ്മിഷൻ സംബന്ധമായ സംശയങ്ങൾ സാറുടെ സഹായത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാം. ആദ്യം വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റാണ് 10th ശേഷം +1 കോഴ്സ് സെലക്ഷൻ നടക്കുക എന്നുള്ളത്. ജൂൺ 14 മുതൽ കേരളത്തിലുള്ള +1 സ്കൂളുകളിലേക്ക് അഡ്മിഷൻ ആരംഭിക്കുകയാണ്. ഓൺലൈൻ സംവിധാനം വഴിയാണ് എല്ലാ സ്കൂളുകളിലെയും അഡ്മിഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ അവിടെ ചോദിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോകളിൽ ഉണ്ടാവും. അപ്പോൾ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട സ്കൂളുകളുടെ ഒരു പേര് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സ്കൂളുകളുടെ പേര് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് സ്കൂളുകൾക്ക് പ്രത്യേകമായിട്ടുള്ളൊരു കോഡുണ്ട്. ഉദാഹരണത്തിന് ഞാൻ വർക്ക് ചെയ്യുന്ന മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കോഡ് 10038 എന്നുള്ളതാണ് സ്കൂളിന്റെ കോഡ്. അതുപോലെ എൻ്റെ സ്കൂൾ ഫാത്തിമ ബി ഉമർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കോഡ് 10168 ആണ്. അപ്പൊ അതുപോലെ എല്ലാ സ്കൂളുകൾക്കും ഒരു കോഡ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ പോവാൻ ആഗ്രഹിക്കുന്ന ഒരു 5-10 സ്കൂളുകൾ ഉണ്ടെങ്കിൽ ആ സ്കൂളുകളുടെ പേരും അതിൻ്റെ കോഡും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വെബ്സൈറ്റുകളിലൊക്കെ ലഭ്യമാണ്. അത് അറിയാൻ വേണ്ടിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഗ്രൂപ്പിലൂടെ നമുക്ക് ഷെയർ ചെയ്യാം. രണ്ടാമതൊരു കാര്യം, നിങ്ങൾ ഏത് കോഴ്സാണ് +1 സെലക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നേരത്തെ തീരുമാനിക്കുകയും അതുമായി ബന്ധപ്പെട്ട കോഡ്. ഇപ്പം 2 കോഡുകളാണ് അപേക്ഷിക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ഓൺലൈനിലേക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തയ്യാറാക്കി വെക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് സ്കൂളിന്റെ കോഡും അതുപോലെ തന്നെ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിന്റെ കോഡും. ഈ കോഴ്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്. ഇപ്പൊ സയൻസിൽ പല കോമ്പിനേഷൻസ് ഉണ്ട് അല്ലേ? അപ്പൊ അതിൽ പല കോഡുകൾ ഉണ്ടല്ലോ. പ്രധാനപ്പെട്ട ഒരു കോഡ് ഏതാണ്? ഉദാഹരണത്തിന് കോഡ് നമ്പർ 1 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി കോമ്പിനേഷൻ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ കോഴ്സ് നമ്പർ 1 ആണ്, കോഡ് നമ്പർ 1 ആണ്. അതുപോലെ തന്നെ സയൻസിൽ തന്നെ ബയോളജി ഇല്ലാത്ത ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട് അല്ലേ? കോഴ്സിന്റെ കോഡ് 5 ആണ്. അപ്പൊ പക്ഷെ അധിക സ്കൂളുകളിലും മോസ്റ്റ് കോമൺ ആയി കാണപ്പെടുന്നത് ബയോളജി സയൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ബയോളജി സയൻസ് അല്ല കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ നിങ്ങൾ അതിന്റെ കോഡ് കൂടി നോട്ട് ചെയ്യണം. പിന്നെ ചില സ്കൂളുകളിൽ ഇതൊന്നും അല്ല. അപ്പോൾ ഉദാഹരണം സൈക്കോളജി സയൻസ് ഒരു സയൻസ് കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ അതിന്റെ കോമ്പിനേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റുകളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് പ്രോസ്പെക്ടസ് അപ്ലോഡ് ചെയ്യാം. അതിലൂടെ മനസ്സിലാവുന്നത് 6 കോമ്പിനേഷൻ ഹയർ സെക്കൻഡറി +1 ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നിങ്ങൾ അപ്ലിക്കേഷന് വേണ്ടി ഓൺലൈനിൽ HSCAP എന്ന് പറയുന്ന ഒരു സംവിധാനം വഴിയാണ് ഇതിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ. സാറാ വെബ്സൈറ്റിന്റെ ഫുൾ www.hscap.kerala.gov.in ഈ വെബ്സൈറ്റിലൂടെ നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പൊ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതാണ്. മറ്റ് 2 സൗകര്യങ്ങൾ കൂടെയുണ്ട്. ഒന്നുകിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന SLCക്ക് പഠിച്ചിരിക്കുന്ന സ്കൂളിലുള്ള കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഉപയോഗിക്കാം. രണ്ടാമതൊരു ഓപ്ഷൻ ഉള്ളത്, തൊട്ടടുത്തുള്ള ഹയർ സെക്കൻഡറികളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹെൽപ്പ് ഡെസ്കുകൾ എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നുണ്ട്. അവിടങ്ങളിലും ആ സൗകര്യം ഉപയോഗപ്പെടുത്താം. അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ അല്ലെങ്കിൽ കേന്ദ്രങ്ങളിലൊക്കെ ചെന്നിട്ട് നമ്മുടെ നാട്ടിലുള്ള അക്ഷയ സെന്ററുകൾ അതുപോലെ കമ്പ്യൂട്ടർ സെന്ററുകളൊക്കെ നമ്മളെ സഹായിക്കും. അപ്പോൾ അവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ അതിൽ കൂട്ടത്തിൽ ചെയ്യേണ്ടത്, നമ്മൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ പ്രിന്റ് ഔട്ട് കിട്ടും. അപ്പോൾ ആ പ്രിന്റിൽ നമ്മൾ അപേക്ഷിച്ച സ്കൂളുകളുടെ പേരുണ്ടാവില്ല, പകരം സ്കൂളുകളുടെ കോഡ് മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അപേക്ഷിച്ച സ്കൂളുകൾ തന്നെയാണ് ആ കോഡ് എന്ന കാര്യം നമ്മൾ ഒന്ന് ഉറപ്പ് വരുത്തുന്നത് നന്നായിരിക്കും. കാരണം നമ്മൾ അക്ഷയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെന്ററുകളോ ചെയ്യുന്ന സമയത്ത് അവിടെ എൻട്രിയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ വളരെ ദൂരെയുള്ള സ്കൂളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. അതേപോലെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എൻട്രി നടത്തുന്ന അവസരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ
അഡ്മിഷൻ്റെ സമയത്ത് അത് വളരെയധികം പ്രയാസമാവും. കാരണം സപ്പോർട്ടിംഗ് ആയ ഡോക്യുമെന്റ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഒരുപക്ഷെ അഡ്മിഷൻ തന്നെ കിട്ടാത്ത അവസ്ഥയിൽ ശരിയായ വിവരങ്ങൾ മാത്രം കൊടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. സാർ, അടുത്തതായിട്ട് ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾ നേരത്തെ വിചാരിച്ച സ്കൂളിലല്ല കൊടുത്തത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓപ്ഷനുകൾ മാറ്റാനുണ്ടെങ്കിൽ ഗവൺമെന്റ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന ഒരു സൗകര്യം. ട്രയൽ അലോട്ട്മെന്റ് സമയത്ത് അപ്പോൾ ഒരു സ്കൂളിൽ ഏതെങ്കിലും ഒരു സ്കൂളിലേക്ക് അഡ്മിഷൻ എന്ന് നിങ്ങൾ കാണും, അതൊരു പെർമനന്റ് ആയ അഡ്മിഷന്റെ രൂപമല്ല എന്നുള്ളത് കൃത്യമായിട്ട്. ട്രയൽ അലോട്ട്മെന്റ് നമുക്കറിയാം സാമ്പിൾ ആയിട്ട് വരുന്ന അലോട്ട്മെന്റ് ആണ്. നമ്മൾ ഇതുവരെ അപേക്ഷിച്ച ആളുകളുടെ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് എവിടെയാ കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു സാമ്പിൾ അലോട്ട്മെന്റ് ആണ് ട്രയൽ അലോട്ട്മെന്റ്. അപ്പൊ അത് പെർമനന്റ് അല്ല. അപ്പൊ അതിനുശേഷവും നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനും പുതിയ സ്കൂളുകൾ ആഡ് ചെയ്യാനൊക്കെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു സമയം ഈ കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും പത്രങ്ങളിലൊക്കെ പ്രസിദ്ധീകരിക്കുന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഡേറ്റ് വളരെ പ്രധാനമാണ്. ഓൺലൈൻ സംവിധാനം നമ്മൾ പത്രങ്ങളൊക്കെ സ്ഥിരമായി വായിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, ഇനി ടെമ്പററി അലോട്ട്മെന്റും പെർമനന്റ് അലോട്ട്മെന്റും ഉണ്ട്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ടെമ്പററി അലോട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു ഓപ്ഷൻ നിങ്ങൾ കൊടുത്ത സ്ഥലത്ത് നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിലായിക്കൊള്ളണം എന്നില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭ്യമാകുമ്പോൾ അവിടെ നിങ്ങൾ ചെന്ന് അവിടെ ഒരു ടെമ്പററി അലോട്ട്മെന്റിന്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അവിടെ നിങ്ങൾ സ്ഥിരമായിട്ട് പ്രവേശനം നേടണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ആ സ്കൂളിൽ നിങ്ങൾ ചെന്ന് റിപ്പോർട്ട് ചെയ്യൽ നിർബന്ധമാണ്. ഓക്കെ, ടെമ്പററി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അടുത്ത അലോട്ട്മെന്റ് പ്രോസസ് നടക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച ആദ്യ അപേക്ഷ കൊടുത്ത മുകളിലുള്ള ഓപ്ഷനുകളിൽ വാക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറ്റം കിട്ടും അല്ലെ? 2 or 3 അലോട്ട്മെന്റ് കഴിയുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളുകളിലേക്ക് തന്നെ. ഇത് നമുക്ക് ടെമ്പററി കിട്ടിയ സ്കൂളിൽ നമ്മൾ തുടരാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? അവിടെ ഒരു പെർമനന്റ് അഡ്മിഷൻ പിന്നെ അതിന് ആവശ്യമായ ഒരു രേഖ നിങ്ങൾ അന്ന് ആ സമയത്ത് അവിടെ എഴുതി കൊടുക്കണം. നിങ്ങൾക്ക് മുകളിലേക്കുള്ള ഓപ്ഷൻസ് വേണ്ട എന്നുള്ളത് നിങ്ങളൊരു ഫോം ഫില്ല് ചെയ്ത് അവിടെ കൊടുക്കേണ്ടതുണ്ട്. അതോടുകൂടെ ആ കാര്യം അവസാനിക്കും. മറ്റൊന്ന്, ചില കുട്ടികൾക്ക് ഈ ബോർഡറിൽ താമസിക്കുന്ന കുട്ടികളുണ്ടാവും. അതെ, ഈ ജില്ലകളുടെ ബോർഡറിൽ താമസിക്കുന്ന കുട്ടികൾ, അതായത് ഒരു ജില്ല നമ്മൾ ജില്ലകളിലാണ് അപേക്ഷ കൊടുക്കേണ്ടത് അല്ലേ? അപ്പൊ ഒരാൾക്ക് ഏത് ജില്ലയിൽ, ഓരോ ജില്ലയിലും വേറെ വേറെ അപേക്ഷ കൊടുക്കണം. ബോർഡറിലൊക്കെ താമസിക്കുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും 2 ജില്ലകളിലേക്കും പ്രത്യേകം. അതായത് നമ്മളിപ്പോ ഒരു 2 ജില്ലകൾ അടുത്ത് വരുന്ന സ്ഥലത്തെ താമസമെങ്കിൽ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു 3 സ്കൂൾ ഒരു ജില്ലയിലായിരിക്കും, 2 സ്കൂൾ തൊട്ടടുത്ത ജില്ലയിലുമാണെങ്കിൽ നമ്മൾ 2 അപേക്ഷകൾ കൊടുക്കണം. അപ്പൊ ഉദാഹരണമായി നമ്മളെ കോഴിക്കോട് മലപ്പുറം ജില്ലയുടെ ബോർഡറിലാണെങ്കിൽ ഒരു അപേക്ഷ നിങ്ങൾ കോഴിക്കോട് ജില്ലയിൽ കൊടുക്കുക, രണ്ടാമതൊരു സെപ്പറേറ്റ് അപേക്ഷ മലപ്പുറം ജില്ലയിലും കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് 2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. കമ്മ്യൂണിറ്റി കോട്ടയുണ്ട്, അതുപോലെ തന്നെ മാനേജ്മെന്റ്. കമ്മ്യൂണിറ്റി കോട്ട ആദ്യം പറയാം. കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രദേശങ്ങളിൽ പലതരത്തിലുള്ള സമുദായത്തിൽപ്പെട്ട ആളുകൾ നടത്തുന്ന സ്കൂളുകൾ ഉണ്ടാവും. അവർക്ക് മാത്രം അനുവദിക്കപ്പെട്ട 20% സീറ്റുകളുണ്ട്. അതിലേക്ക് പ്രത്യേകമാണ് അപേക്ഷ കൊടുക്കേണ്ടതും. അതാത് സ്കൂളുകളാണ് അതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ സ്വീകരിക്കുന്നതും അതിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ തയ്യാറാക്കുന്നത് ഗവൺമെന്റിലുള്ള ഒരു സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ് വഴി. ഉദാഹരണമായി ഇപ്പൊ ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന ഒരു സ്കൂളാണെങ്കിൽ ആ സ്കൂളിൽ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് മാത്രമായിട്ട് 20% സീറ്റുകൾ റിസർവേഷൻ ഉണ്ട്. അതുപോലെ മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളുകളാണെങ്കിൽ അവിടെ 20% സീറ്റുകൾ ഇപ്പൊ ഒരു സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്ക് മാത്രമായിട്ട്. ഇപ്പൊ ടോട്ടലി 60 സീറ്റുള്ള ഒരു ബാച്ച് ആണെങ്കിൽ 12 സീറ്റുകൾ കമ്മ്യൂണിറ്റി കോട്ടയായിരിക്കും. ഓക്കെ, അത് ആ കമ്മ്യൂണിറ്റിപ്പെട്ട കുട്ടികൾ മാത്രമാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് സ്കൂളുകളിൽ അപേക്ഷ കൊടുക്കാൻ വേണ്ടി. പക്ഷെ പലപ്പോഴും കുട്ടികൾ ജനറൽ മെറിറ്റിൽ ഏകജാലകത്തിൽ അപേക്ഷിച്ച ശേഷം കമ്മ്യൂണിറ്റി കോട്ട ഉള്ളൊരു കാര്യം അവർ അറിയാതിരിക്കും. കാരണം ഈ നിലവിലത്തെ ഒരു ഇതനുസരിച്ച് ഓരോ സ്കൂളിലും കമ്മ്യൂണിറ്റി കോട്ട അപേക്ഷകൾ സെപ്പറേറ്റ് കൊടുക്കണം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നാടിന് സമീപത്ത് നിങ്ങൾക്ക് അപേക്ഷ കിട്ടാവുന്ന കമ്മ്യൂണിറ്റിയിലുള്ള സ്കൂളുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ലിസ്റ്റ് കൂടി നിങ്ങൾ തയ്യാറാക്കി വെക്കുക. അപ്പൊ പത്രങ്ങളിലൊക്കെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അപേക്ഷ ക്ഷണിച്ചു എന്ന് പറയുന്ന സമയത്ത് അതിനൊരു സെപ്പറേറ്റ് അപേക്ഷ ആ സ്കൂളിൽ പോയിട്ട് നമ്മൾ പ്രത്യേകം കൊടുക്കണം. ഇനി ഈ പ്രാവശ്യം ഇതുകൂടി ഓൺലൈനായി വരുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ക്ലാരിഫിക്കേഷൻ വരാനുണ്ട്. അത് വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ മാനേജ്മെന്റ് കോട്ട അതാത് സ്ഥലങ്ങളിലുള്ള എയ്ഡഡ് സ്കൂളിൽ 20% സീറ്റ് മാനേജ്മെന്റ് കോട്ട വഴിയാണ് ഫില്ല് ചെയ്യുന്നത്. അത് ആ മാനേജ്മെന്റിന്, അതായത് സ്കൂൾ നടത്തുന്ന മാനേജ്മെന്റിന് ക്വാളിഫൈഡ് ആയ ഏത് വിദ്യാർത്ഥിയും കൊടുക്കാം. ഇതിന് മാർക്ക് മാനദണ്ഡമല്ല. അതായത് SSLC ജയിച്ച ഏത് വിദ്യാർത്ഥികൾക്കും ആ സ്കൂൾ മാനേജ്മെന്റിന് താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് ചിലപ്പോൾ ചെറിയ ഡൊണേഷൻസ് ഒക്കെ ഒരു പക്ഷേ ചില സ്കൂളൊക്കെ വാങ്ങാറുണ്ട്, കേൾക്കാറുണ്ട്. എന്തായി കഴിഞ്ഞാൽ നമ്മൾ
ഈ ഒരു സീറ്റിന് വേണ്ടി നമ്മൾ സ്കൂളിൽ പോയിട്ട് പ്രിൻസിപ്പാളെ കണ്ട് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ +1 10ാം ക്ലാസ്സിൽ മാർക്ക് പ്രതീക്ഷിച്ച് അത്ര ഇല്ലെങ്കിലൊക്കെ പ്രത്യേകിച്ചും അതുപോലെ നിങ്ങൾക്ക് വളരെ കൺവീനിയൻ്റ് ആയൊരു സ്കൂളൊക്കെ പോകണം നിർബന്ധമുണ്ട്, ഗവൺമെൻറ് മാർക്ക് ബേസിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് ആശങ്കയൊക്കെ ഉണ്ടെങ്കിൽ മാനേജ്മെൻറ്റും കോട്ടയം നിങ്ങൾക്ക് ആശ്രയിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷൻസിന് വേണ്ടി, കൂടുതൽ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ നല്ല പ്രഗത്ഭരായിട്ടുള്ള വിദഗ്ധരുടെ സാന്നിധ്യമുണ്ട്, നിങ്ങൾക്ക് അവരുടെയൊക്കെ ഗൈഡൻസ് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.